ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം കേട്ടോ. നമ്മൾ കുറേ കാലമായില്ല കണ്ടിട്ട്. കുറേ കാലം എന്ന് വെച്ചാൽ കുറച്ച് ദിവസം. നമ്മുടെ ലാസ്റ്റത്തെ വീഡിയോ, നാട്ടിൽ വെച്ചുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം ഇറങ്ങിയുള്ളൂ. ആരും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലേക്ക് നോക്കിക്കോട്ടോ. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ നിന്ന് രണ്ടാഴ്ചയായി, രണ്ടര ആഴ്ചയായി ഇവിടെ തിരിച്ചെത്തിയിട്ട്. നാട്ടിൽ നിന്ന് വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം അങ്ങനത്തെ ഒരു മൂഡല്ലായിരുന്നു. പിന്നെ വാമിക്ക് പനി പിടിച്ചായിരുന്നു. വാമിനെ ഡോക്ടറുടെ അടുത്ത് വരുന്നതിൻ്റെ അന്ന് വാമിനെ ഡോക്ടറുടെ അടുത്തൊക്കെ കൊണ്ടുപോയിട്ടാണ് വന്നത്. അപ്പം വരാനായിട്ട് ട്രാവലിങ്ങൊക്കെ ഭയങ്കര സ്ട്രഗ്ലിങ്ങൊക്കെ ആയിരുന്നു. എന്നാലും ഞങ്ങളിവിടെ എത്തി. ഭയങ്കര മൂഡ് ഓഫുമായിരുന്നു നാട്ടിൽ നിന്ന് വന്നതിൻ്റെ. പ്രത്യേകിച്ച് വാമിക്ക് എല്ലാവരും മിസ് ചെയ്തു. കാരണം ഭയങ്കര അറ്റാച്ച്ഡ് ആയിരുന്നു ഈ പ്രാവശ്യത്തെ വരവ്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അവൾ ചെറുതായതുകൊണ്ട് അത്രയ്ക്ക് ഓർമ്മയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ പ്രാവശ്യം എല്ലാവരുടെയും പേര് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അതൊക്കെ കാരണം ഞങ്ങൾക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ആ സത്യം അറിഞ്ഞത്. നമ്മുടെ നാനി ഇതുവരെ എത്തിയിട്ടുണ്ടായിരുന്നില്ല, ഇവിടെ നിന്നിരുന്നത്. അപ്പം അവളുടെ നാട് സിംബാബ്വേയിലാണല്ലോ, അവൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു. അപ്പം ഞങ്ങൾ ഇപ്പോഴും ഓപ്പോസിറ്റ് ഷിഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ എടുക്കൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഒറ്റയ്ക്ക് പോയി എടുക്കാൻ പറ്റത്തില്ല. പിന്നെ വാമീനെ 4 മണിക്ക് മുമ്പ് പോയി പിക്ക് ചെയ്യണം. അപ്പം നമുക്കൊന്നും പ്ലാൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി. ഞാൻ ഡ്യൂട്ടിക്കുള്ളപ്പം മീനു വീട്ടിലുണ്ടാകും, മീനു ഡ്യൂട്ടിക്കുള്ളപ്പം ഞാൻ വീട്ടിലുണ്ടാകും. അപ്പം വീഡിയോ എടുക്കലൊക്കെ ഭയങ്കര ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറ്റുന്നില്ല, തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞങ്ങൾക്ക് പുതിയ നാനീനെ കിട്ടി. അപ്പോൾ ഇന്ന് മീനുവിൻ്റെ ലാസ്റ്റ് ഡേ ആണ് ഓപ്പോസിറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യുന്നത് കേട്ടോ. അത് വളരെ ഒരു സന്തോഷം തരുന്നൊരു കാര്യമാണ്. കാരണം നാളെ തൊട്ട് ഞങ്ങൾ ഒരേ ഷിഫ്റ്റിൽ പോകുക. ഇന്ന് മീനു ഡ്യൂട്ടിക്ക് പോയേക്കുവാണ്, വാമി സ്കൂളിൽ പോയേക്കുവാണ്. വാമിയുടെ സ്കൂളും ഈ ആഴ്ച പൂട്ടും. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് വേറെ വീഡിയോ ഒന്നുമില്ല, ട്രാവലിംഗ് വീഡിയോ ഒന്നുമില്ല, ഇന്ന് ലൈഫ് സ്റ്റൈൽ വീഡിയോ ഇല്ല. ഇന്ന് ഈ കാര്യങ്ങളെല്ലാം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ വന്നത്. ആദ്യം വിചാരിച്ച് ഞാൻ ലൈവ് പോകാമെന്നാട്ടോ വിചാരിച്ചത്. പക്ഷേ ലൈവ് പോയാലേ നമുക്ക് വലിയ വ്യൂ ഒന്നും വരാറില്ല. അപ്പം നമ്മുടെ പ്രേക്ഷകർ ഇത് കാണാൻ ചാൻസ് ഇല്ല. അപ്പം നമ്മുടെ പ്രേക്ഷകരാണല്ലോ പ്രത്യേകിച്ച് കാണേണ്ടത്. എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ വീഡിയോ ഇടാത്തതെന്നുള്ളത്. അപ്പം വീഡിയോ ലാഗ് വരുമ്പോൾ എല്ലാവരും വിചാരിക്കും നമ്മൾ ഈ പരിപാടി നിർത്തിപ്പോയോന്ന്. നമ്മൾ ഈ പരിപാടി നിർത്തിപ്പോയിട്ടില്ല കേട്ടോ. പൂർവാധികം ശക്തിയോടുകൂടി നമ്മൾ ഈ വെള്ളിയാഴ്ച തൊട്ട് നമ്മുടെ പുതിയ ട്രാവലിംഗ് വ്ളോഗ്സ് എല്ലാം തുടങ്ങും. ട്രാവലിംഗ് വ്ളോഗ്സ് എന്ന് വെച്ചാൽ ചെറുതായിട്ട് കേപ്പ് ടൗണിൻ്റെ കാഴ്ചകളെല്ലാം കാണിച്ച് തുടങ്ങും. നമ്മൾ കുറേ പ്ലാനുകളുണ്ട് ഈ പ്രാവശ്യത്തേക്ക്. ഇപ്പം ഏകദേശം ഈ വർഷം കഴിയാറായല്ലോ. ഡിസംബർ നിങ്ങൾക്കറിയാലോ, ഇതൊരു ക്രിസ്ത്യൻ കൺട്രിയും കൂടി ആയതുകൊണ്ട് ഇവിടെ ഡിസംബർ മന്ത് ഫുള്ളൊരാഘോഷമാണ്. ഇവിടുത്തെ ആൾക്കാർ ഓൾറെഡി ആഘോഷങ്ങൾ തുടങ്ങി. ഇന്നാണെങ്കിൽ നല്ല വെതറായിരുന്നു കേട്ടോ ഇവിടെ. അതൊക്കെ നല്ല ചൂട് ദിവസം. പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു 28-29 ഡിഗ്രി ഉണ്ട് ഇപ്പോൾ. പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വിഷ്വൽസ് നമുക്ക് കിട്ടുമായിരുന്നു. സ്കൈയുടെ കളറൊക്കെ കണ്ടോ, നല്ല ബ്ലൂ കളറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇന്ന് പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി മീനുവിന് ഷിഫ്റ്റായി പോയി. ഈ വെള്ളിയാഴ്ച തൊട്ടാണ് ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പം എന്തായാലും നമ്മൾ പുതിയ ട്രിപ്പുകളെല്ലാം പ്ലാൻ ചെയ്യും. അപ്പോൾ ഈ കാര്യമൊക്കെ നിങ്ങളെ അറിയിക്കാമെന്ന് വിചാരിച്ചിട്ടാട്ടോ ഞാനിപ്പം ഇങ്ങനൊരു വീഡിയോ എടുക്കുന്നത് തന്നെ. പിന്നെന്താ ഞാൻ പറയാൻ വന്നേ, പിന്നെ നമ്മുടെ ഫാമിലിയിലെ നമ്മുടെ കസിൻസും അനിയച്ചാരും അങ്ങനെ ഫാമിലിയിലുള്ളവരും പിന്നെ നമ്മുടെ ഫ്രണ്ട്സും എല്ലാവരും നമ്മളുടെ അടുത്ത് പറഞ്ഞായിരുന്നു നമ്മുടെ ചാനലിൻ്റെ പേര് ഈ 007 എന്നൊക്കെ കിടക്കുന്നില്ലേ, 1 ലൈഫ് ലിവ് ഇറ്റ് എന്ന് പറയുന്നത് ഓക്കെ, പക്ഷേ 007 എന്നൊക്കെ കിടക്കുന്നത് കൊണ്ട് ആൾക്കാരിലേക്ക് എത്താൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ പേരൊന്ന് മാറ്റി പിടിച്ചാലോ എന്നെല്ലാവരും പറഞ്ഞു. അപ്പോൾ പേര് മാറ്റി പിടിച്ചാലോ എന്ന് ഞാനും ആദ്യം വിചാരിച്ചു. പേരെന്തിനാ മാറ്റി പിടിക്കുന്നതെന്ന് പിന്നെ വിചാരിച്ചു നമുക്ക് അധികം വ്യൂവേഴ്സൊന്നും കിട്ടുന്നില്ലായിരുന്നു. അപ്പം ഞാനും വിചാരിച്ചു എന്നാൽ ചിലപ്പോൾ പേര് മാറ്റി പിടിച്ചാലോ, ഇനി ഒന്ന് പേര് മാറ്റി പിടിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ പേര് ഡിസൈഡ് ചെയ്തിട്ടില്ല കേട്ടോ. നല്ല വെയിലോടെ നിന്നിട്ട് ഞാനപ്പോൾ ഇവിടെ ഒന്നിരിക്കട്ടെ. അപ്പോൾ പേര് ഡിസൈഡ് ചെയ്തിട്ടേ നമുക്ക് അടുത്ത വീഡിയോയിലോ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന വീഡിയോകളിലൊക്കെ ആയിട്ട് നമുക്കത് റിവീൽ ചെയ്യാം. ഞങ്ങൾ ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം എന്താ? പേര് മാറ്റുന്നത് ആയിരിക്കുമോ നല്ലത്, അതോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ആരെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് പേര് മാറ്റണം എന്നൊരു സജഷനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും തരാട്ടോ. ഞാൻ അതെല്ലാം സ്വീകരിക്കുന്നതാണ്. സജഷൻസ് എല്ലാം നമ്മൾ സ്വീകരിച്ചിട്ടാണ് നമ്മൾ പേര് മാറ്റത്തുള്ളൂ. ഇനി അതല്ല ഈ പേര് തന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. അപ്പം നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ ഫൈനൽ ഡിസിഷൻ എന്തായാലും അടുത്ത വീഡിയോകളിലൊക്കെ ആയിട്ട് ഞാൻ പറയാം കേട്ടോ. ഇപ്പം നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് ഇത് കണ്ടോ, ഇവിടെ ഗ്രൗണ്ടിലെ എല്ലാ പുല്ലെല്ലാം ഇങ്ങനെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ പുല്ലുകളെല്ലാം ഇനിയിപ്പോൾ പച്ചപ്പെല്ലാം വന്നു തുടങ്ങുമല്ലോ. കണ്ടോ, അവിടെ നിന്നൊക്കെ ആൾക്കാർ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ ആപ്പിൾ മരം കണ്ടോ, നമ്മുടെ ആപ്പിൾ മരം ഞങ്ങൾ നാട്ടിൽ പോയിട്ട് വന്നപ്പോഴേ നല്ല തഴച്ച് വളർന്നു കേട്ടോ.
ഇത് കേട്ടോ അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. ദേ ഇവിടെയും നല്ല വലുതായിട്ട് നിൽക്കുന്നുണ്ട്. പൂവിടുമോയെന്നറിയില്ല, പൂവിടുകയാണെങ്കിൽ അടിപൊളിയായിരുന്നു. ദേ ഇവിടെ കണ്ടോ മുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് കുറച്ച് ചെറിയുള്ളിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് ഉണ്ടായി നിൽക്കുന്നുണ്ട്. മീനുവിനെ ഞാൻ കഴിഞ്ഞ ദിവസം പറ്റിച്ചു കേട്ടോ. ഇവിടെ നിന്നൊരു ചെടിയിൽ നിന്ന് പൂ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ട് ആപ്പിൾ മരത്തിൽ വെച്ചു. എന്നിട്ട് മീനുവിനോട് പറഞ്ഞ ആപ്പിൾ മരത്തിൽ പൂ ഉണ്ടായിരുന്നു. മീനുവിന് ഭയങ്കര ആഗ്രഹമാണ്, മീനു ഭയങ്കര എക്സൈറ്റഡ് ആണ് ആപ്പിൾ ഉണ്ടായി കാണാനായിട്ട്. നമ്മളെ സ്വന്തം ആപ്പിൾ ഉണ്ടായി കാണാനൊക്കെ ആയിട്ട് നല്ല എക്സൈറ്റഡ് ആണ്. അപ്പം മീനുവിനെ ഞാൻ പറ്റിച്ചു. മീനു ഊട്ടി വന്ന് ചാടി വന്ന് മീനു നോക്കും കേട്ടോ. നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മീനു ഞാൻ പറഞ്ഞു ഇതൊന്നും പൊട്ടിച്ചേക്കാം, ഫസ്റ്റ് ഉണ്ടായ പൂവല്ലേ പൊട്ടിച്ചേക്കാന്ന് പറഞ്ഞിട്ട് അത് ഞാൻ പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ മീനു പറയാം ഇതെന്തിനാ പൊട്ടിക്കുന്നത്, അങ്ങനെ പൊട്ടിക്കാൻ പാടില്ല, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. പിന്നെയാണ് മീനുവിന് മനസ്സിലായത് ഞാൻ പ്രാങ്ക് ചെയ്തതാണ്. അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ നാട്ടിൽ നിന്ന് വരുന്ന വീഡിയോ ഇല്ലേ, നമുക്ക് നാട്ടിൽ നിന്ന് വരുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നമുക്കതിനുള്ളൊരു മൂഡുണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതാണ് സത്യാവസ്ഥ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മൊത്തം ഒരു മിസ്സിങ് ആയിരുന്നു. ഈ പ്രാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ പ്രാവശ്യം ഒന്നും പറയാനില്ലാത്ത രീതിയിൽ ഒന്നും മിസ്സും ചെയ്തില്ല. ഫുഡായാലും ശരി, ട്രിപ്പായാലും ശരി, അത് ഫാമിലിയിലെ ആരെയായാലും ശരി, ആരും മിസ് ചെയ്തില്ല. എല്ലാവരുമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്തു. പ്രത്യേകിച്ച് വാമി എടുത്ത് പറയണ്ടല്ലോ, വാമിയാണ് ശരിക്കും എൻജോയ് ചെയ്തത്. വാമി നന്നായിട്ട് എൻജോയ് ചെയ്ത്. വാമിക്ക് ഇപ്പോഴും ആ മിസ്സിങ് ഉണ്ട് കേട്ടോ. ഞാൻ വന്നപ്പോഴേ നല്ല സൈസായിരുന്നു. 80 കിലോയുടെ അടുത്ത് വന്നത്. ഞാൻ 72 കിലോ ആയിട്ട് പോയതാണ്. ഇപ്പോൾ നോക്കി 80 കിലോയെ ആയിരുന്നു വന്നപ്പം. ഇപ്പോൾ കുറഞ്ഞു, ഇപ്പോൾ 76 കിലോ ആയിട്ടുണ്ട്. 4 കിലോ കുറഞ്ഞു കേട്ടോ. വന്നു കഴിഞ്ഞപ്പോൾ ഫുഡ് അടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിലേ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നാട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് കൊല ഫുഡ് അടിയായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ കൺട്രോളായി. പ്രത്യേകിച്ച് റൈസൊക്കെ കഴിക്കുന്നുണ്ടാന്ന് തോന്നുന്നു. പിന്നെ എണ്ണമയുള്ള പൊറോട്ട, ബീഫ് എന്തൊക്കെയല്ല കഴിച്ചേ. പക്ഷേ അതൊരു ആ ഒരു സമയത്ത് മാത്രമല്ലേ, അതുകൊണ്ടായിരിക്കാം. എന്തായാലും ഇങ്ങനെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ നമ്മുടെ ചാനൽ തുടർന്ന് നിങ്ങൾ കാണണം. നിങ്ങളുടെ സപ്പോർട്ട് വളരെ വലുതാണ്. നമ്മൾ പല കാണാത്ത കാഴ്ചകളും ഇവിടെ നിന്നുള്ളത്, സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ളത് നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്നതാട്ടോ. അത് ഞാൻ പ്രോമിസ് ചെയ്യാം. നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. നിങ്ങൾ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണാത്തതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി കണ്ടിട്ട് നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം ആൾക്കാർക്ക്. വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയറും ചെയ്യണം, കമൻറ്റും ചെയ്യണം കേട്ടോ. എല്ലാ പരിപാടിയും ചെയ്തു എന്തായാലും. പിന്നെ നമ്മളുടെ കഴിഞ്ഞ വീഡിയോസ്, അതായത് കാന്തല്ലൂരിൻ്റെ വീഡിയോസ് എല്ലാം എല്ലാവരും കുറച്ച് പേര് എനിക്ക് മെസ്സേജ് ചെയ്തായിരുന്നു, കമൻറ്റൊക്കെ ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ പോയി കണ്ടോ. എന്തായാലും അഭിപ്രായങ്ങൾ പറയണം. എന്തെങ്കിലും ചേഞ്ചസ് ചെയ്യണോ, നമ്മുടെ സംസാരമോ എന്തെങ്കിലും മാറ്റണോ, അതോ വിഷ്വൽസ് ക്ലിയർ അല്ലേ, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പറയണം കേട്ടോ അഭിപ്രായങ്ങൾ. ഞങ്ങൾക്ക് കുറേ പ്ലാനുകളുണ്ട്. അപ്പം ഈ മാസമോ അടുത്ത മാസമൊക്കെ ആയിട്ട് നമ്മൾ ആ പ്ലാനുകളെല്ലാം ഇംപ്ലിമെൻ്റ് ചെയ്ത് എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലേക്ക് എത്തിക്കുന്നതാട്ടോ. അപ്പം ശരി, ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. ഇനിയിപ്പം അടുത്ത വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. മീനുണ്ടാവും, വാമി ഉണ്ടാവും. അവരൊക്കെ ഇല്ലാതെ എങ്ങനെ ട്രിപ്പ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ബോറിംഗ് ആയിരിക്കും. അപ്പം എല്ലാവരുമായിട്ട് ട്രിപ്പൊക്കെ പോകുന്ന വീഡിയോ ഒക്കെ ആയിട്ട് നമുക്ക് കാണാം. അതുവരയ്ക്കും ബൈ ബൈ, സി യു.